How are you doing? Hope you're doing great. Thank you so much for joining today's session. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ്. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. നമ്മുടെ ഹീലിംഗ് ജേണി, നിങ്ങളുടെ ഹീലിംഗ് ജേണി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ആർക്കെങ്കിലും ഇനി മിറക്കിൾസ് ഷെയർ ചെയ്യാനുണ്ടോ നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക്? എനിബഡി വുഡ് ലൈക്ക് ടു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയുന്നത് സൈനബ്. ഓക്കെ, വെരി ഗുഡ്. ആദ്യമായിട്ടാണോ ജോയിൻ ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നവരുണ്ടോ? ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉള്ളവർ എന്ത് ചെയ്യുക? ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, പുതുതായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, 1 വീക്ക് ഒക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 days ആയിട്ടുള്ളൂ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഓൺ മീ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കമന്റ് ഓൺ മീ. എനിബഡി? ഓക്കെ, ഇല്ലെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. റാഹിദ്, ഓക്കെ. സൈനബ, ഓക്കെ. 1 വീക്കായി. ഹർഷ സാലിം. ആൻഡ് ഹൗ ഡു യു ഫീൽ ഹർഷ? 1 വീക്കായി ജോയിൻ ചെയ്തിട്ട് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യാറുണ്ടോ? ഹൗ ഡു യു ഫീൽ? മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമുണ്ടോ? ഹൗ ഡു യു ഫീൽ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒന്ന് പറയാമോ? Is there any difference that you are feeling? ഉണ്ട്. എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന് പറയാമോ? എന്ത് ഡിഫറൻസ് ആണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, പറ്റുമെങ്കിൽ. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്, അല്ലെങ്കിൽ നെർവസ് ആയി പോകാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ Hello. ടോക്ക് ടു മീ. ഓക്കെ, Hello. ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു ക്യാൻ ഷെയർ? Hello. Good morning. യെസ്, പറഞ്ഞോളൂ. ഇതിൽ എത്തിപ്പെട്ടതിന് ശേഷം ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയതിന് സ്വയം മനസ്സിലാവാൻ പഠിച്ചു. അറിവ് എല്ലാം Okay. മനസ്സറിഞ്ഞ് എല്ലാരും സ്നേഹിക്കാൻ പഠിച്ചു. മനസ്സറിഞ്ഞ് എല്ലാവരും സ്നേഹിക്കാൻ പഠിച്ചു. അതിന്റെ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? അതിന്റെ ഒരു സുഖം? മനസ്സ് എല്ലാം ക്ലിയറായി, ക്ലിയറായി, ഹൃദയം ശുദ്ധിയായി. ഹൃദയം ശുദ്ധിയായി. ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എല്ലാരും സ്നേഹിക്കാൻ പഠിച്ചു. എല്ലാരും നമ്മളതാണെന്നും നമ്മളെല്ലാവർക്കും ഉള്ളതാണെന്നും മനസ്സിലായി. മനസ്സിലായി. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതൊരു വല്ലാത്ത റിയലൈസേഷൻ ആണ് അല്ലേ? വല്ലാത്തൊരു തിരിച്ചറിവാണ്. തിരിച്ചറിവാണ്. എന്നോ ഇത് അറിയേണ്ടിയിരുന്നു തോന്നിയോ? കിട്ടാൻ വൈകിയതില് ഖേദിക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, സാരമില്ല. ഇറ്റ് ഹാപ്പൻസ്, റൈറ്റ്? നമുക്കൊക്കെ എന്താ വെച്ചാല് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം ബട്ട് ഡസൻ മാറ്റർ, അത് സാരമില്ല, അത് അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? എന്റെ മക്കളൊക്കെ പ്രായമുള്ള നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ, അത് പഠിക്കാനുള്ളൊരു ആ സമയം സന്ദർഭം ഇപ്പൊ തന്നെ കിട്ടിയില് പഠിച്ചോണ്ട് നന്ദി പറയുന്നുണ്ട്. യെസ്, 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 യെസ്. തീർച്ചയായിട്ടും ആ ലെവലിലുള്ള രീതിയിലേക്കുള്ള ഒരു സമാധാനം, സന്തോഷവും എല്ലാവരുടെയും ലൈഫിലേക്ക് ഉണ്ടാവട്ടെ. അപ്പം നിങ്ങൾക്കും അതുണ്ടാവട്ടെ. ഇനി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷനാണ് എടുക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി? മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന സെഷനാണ്. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉപകാരപ്പെടും, ഏത് രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് സിംപ്ലി നോക്കാം നമുക്ക്. എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്? അതായത് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലൊരു കോഴ്സാണ് എന്നെ ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇതുപോലൊരു സെഷൻ ഞാൻ ഐ തിങ്ക് കുറേ ചെറുപ്പത്തിൽ ഒരു ബുക്ക് വായിച്ച സമയത്ത് ഞാൻ വായിച്ചിരുന്നു. ജീവിതം എന്ന് പറയുന്നത് ദൈവം രചിച്ചൊരു നാടകമാണ് ജീവിതം. ആ നാടകത്തിൽ ദൈവം നമുക്കായിട്ടൊരു റോള് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റോള് നമ്മൾ എന്താണെന്ന് കണ്ടെത്തി അത് നമ്മൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ജോലിയായിട്ട് ഫീൽ ചെയ്യില്ല. ആ റോള് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ആനന്ദമായിരിക്കും, സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇത് കേട്ടതിന് ശേഷം ഞാൻ എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് എന്നോട്, ചെറുപ്പത്തിലാണ് ഈ വായിച്ചത്, വലുതാവുമ്പോൾ എൻ്റെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ റോൾ എന്താണ്? ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറെ കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു 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 മോട്ടിവേഷണൽ സ്പീക്കർ സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്ത സമയത്ത് ഇതുപോലൊരു സാധനം പറഞ്ഞു, നിങ്ങൾക്ക് പാഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോഴും ഞാൻ ക്യൂരിയസ് ആയി, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ചെറിയ കുട്ടിയാണ്, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിട്ടു. പിന്നീട് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ ആ ജോലിയുടെ ഇന്റർവ്യൂ മുൻപിൽ ഞാൻ എന്ത് ചെയ്യണം, പരാജയപ്പെടാം. അങ്ങനെ ഞാനൊരു കോൾ സെന്റർ ട്രെയിനിങ്ങിന് പോകുന്നു. അവിടെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവിടുന്ന് ഒരാൾ പറയാണ്, നിങ്ങൾക്ക് പ്ലസ് പോയിന്റുകളുണ്ട്, നിങ്ങൾക്ക് പാഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്, നിങ്ങൾക്ക് കഴിവുകളുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം കണക്ട് ആവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അങ്ങനെ തിരിച്ചറിഞ്ഞ് ചോദിച്ചതിന് ശേഷം ഞാൻ എത്തിയ ഒരു ഉത്തരമാണെന്ന് വെച്ചാൽ, സംസാരിക്കാനുള്ള എൻ്റെ കഴിവ്, എനിക്ക് സൈക്കോളജിയിലുള്ള താല്പര്യം, എനിക്ക് വിജയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സക്സസ്, ഗ്രോത്ത്, എംപവർമെന്റ് എന്ന് പറയുന്ന മേഖലയിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുകയും അങ്ങനെ ഞാൻ ഈ മേഖലയിലേക്ക് തിരിയാണ് ചെയ്തത്. സോ അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണെന്ന് വെച്ചാൽ, നമുക്ക് പലതരത്തിലുള്ള 9 തരത്തിലുള്ള ബുദ്ധികൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിയാണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെഷൻ തരാൻ പോവാണ്. നിങ്ങളുടെ ഇന്റലിജൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ അവസരം കിട്ടും. കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കരുത്. ഓക്കെ, എൻ്റെത് എന്താണ് എന്നുള്ളത് വിഷമിക്കരുത്. പക്ഷേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു വലിയ സന്തോഷം നൽകുന്ന, വലിയൊരു ഹാപ്പിനെസ് നൽകുന്ന, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അത്. ജീവിതത്തിൽ 2 ദിവസങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. ഒന്ന്, നമ്മൾ ജനിച്ച ദിവസം. രണ്ടാമത്തേത്, നമ്മളെ കണ്ടെത്തുന്ന ദിവസം. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ കണ്ടെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കൊന്ന് നോക്കാം. If you are ready, let's get into it. Are you ready? Are you ready to find out who you are? നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഇറ്റ് ഈസ് എ വെരി എക്സൈറ്റിംഗ് ജേർണി. ഓക്കെ, നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു വലിയൊരു ജേർണിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. പരമാവധി ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്യട്ടെ, കാരണം അവർക്കൊക്കെ അത് ചിലപ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, റെഡി? സോ ഫസ്റ്റ് 9 ബുദ്ധികളുണ്ടെന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയും. പലതരത്തിലുള്ള ബുദ്ധികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പ്രകാരം പറയുന്നത്, ഇത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്. വാക്കുകൾ കൊണ്ട് വെൽ ഡെവലപ്ഡ് വെർബൽ സ്കിൽസ് ആൻഡ് സെൻസിറ്റിവിറ്റി ടു സൗണ്ട്സ്, മീനിങ്സ് ആൻഡ് റിതംസ് ഓഫ് വേർഡ്സ്. അതായത് വാക്കുകളുടെ ആ ഒരു റിതം ഉണ്ടാവും, ഒഴുക്കുണ്ടാവും, അതിനോട്, അതേപോലെ വാക്കുകളുടെ അർത്ഥങ്ങൾ, വാക്കുകളുടെ സൗണ്ട്, ഇതിനോടൊക്കെ വല്ലാത്ത രീതിയിൽ സെൻസ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വെർബൽ സ്കിൽസ്, വാക്കുകളെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പം ഇതിൽ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്കിൽസ് എന്താ വെച്ചാൽ, ലിസണിങ് സ്കില്ല് നന്നായിട്ട് കൂടും. നന്നായിട്ട് ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ്, അവർ പറയുന്നതിനിടയിലൂടെ മനസ്സിലാക്കാനുള്ള കഴിവ്, അവരുടെ ബോഡി ലാംഗ്വേജ് വായിച്ചെടുക്കാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവ്, സ്പീക്കിംഗ് സ്കില്ല്, സംസാരിക്കാനുള്ള സ്കില്ല്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, നന്നായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും, അതേപോലെ പഠിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്, എഴുതാനുള്ള സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, ഭാഷയിലുള്ള എഴുത്തിലുള്ള ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒക്കെ ഇവർക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഒരു ഭാഷ നോക്കി കാണുമ്പോൾ അത് അങ്ങനെയല്ലല്ലോ എഴുതേണ്ടതെന്നുള്ളത്. ഈ സ്കില്ല് എല്ലാവർക്കും എല്ലാ സ്കില്ലും ഉണ്ട്, പക്ഷെ ഇത് കൂടുതലായിരിക്കും ഇവർക്ക്. മനസ്സിലാവുന്നുണ്ട്? വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. ഇതാണ് ഒന്നാമത്തത്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്കില്ല് നമ്മൾ എന്താ തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് ബേസ് ചെയ്തിട്ട് ഏത് ജോലി എടുക്കാം എന്നുള്ളതും കൂടി പറയാറുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ജോലി നമ്മൾക്ക്
2 രീതി നമ്മുടെ ജോലിയിൽ നമ്മുടെ ജീവിതത്തിലെ 80% സമയവും നമ്മൾ ഉണർന്നിരിക്കുന്ന 80% സമയം ഉറങ്ങുന്നത് പിന്നെ നമ്മൾ മരിച്ചതിന് തുല്യമെന്നാണ് പറയുന്നത്. ഉണർന്നിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉള്ള 80% സമയവും നമ്മൾ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 60-70% നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? തൊഴിൽ മേഖലയിലാണ്. അപ്പോൾ ആ തൊഴിൽ മേഖലയിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻജോയ് ചെയ്യാൻ കഴിയാത്ത ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയ വിഡ്ഢിത്തം വേറെയില്ല. അപ്പോൾ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴിവ്, നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ ആ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞ്, സ്കില്ല് തിരിച്ചറിഞ്ഞ് ആ സ്കില്ല് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്, ആവേശമുണ്ട്. ആ ജോലിയിലുള്ള ഒരു വല്ലാത്ത പുരോഗമനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇതിൽ വെർബൽ ലിംഗ്വിസ്റ്റിക് സ്കിൽ എന്ന് പറയുന്ന സ്കില്ല് എടുത്തിട്ടുള്ള ഒരാൾ ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. ഏത് തൊഴിൽ മേഖലയാണ് ആ ഒരു ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്ക് ഉള്ളത്. അദ്ദേഹത്തിന് ഒരു കവിത എഴുതുന്ന ഒരാളായിട്ട് മാറാം, അല്ലെ? പാട്ട് എഴുതുന്ന അല്ലെങ്കിൽ കവിത എഴുതുന്ന ആൾക്കാരായിട്ട് മാറാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും, എഴുത്തുകാരനായിട്ട് മാറാൻ പറ്റും. ഒരു റൈറ്ററായിട്ട്, എഴുത്തുകാരനായിട്ട് അല്ലെങ്കിൽ ജേർണലിസ്റ്റായിട്ട് മാറാൻ പറ്റും. സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ടീച്ചറായിട്ട് മാറിയാലും നല്ല നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും. ലോയറായിട്ട് മാറാൻ പറ്റും. പൊളിറ്റീഷ്യനായിട്ട് മാറാൻ പറ്റും. ഇങ്ങനെയൊക്കെ മേഖലകളിലേക്ക്, കാരണം ഇയാൾക്ക് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്. അപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിയാണ് അതിൽ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ ഭാഷാപരമായിട്ട് അയാൾക്ക് പൊളിറ്റീഷ്യനായിട്ട് മാറാം, ലോയറായിട്ട് മാറാം, ടീച്ചറായിട്ട് മാറാം. എഴുത്തിൻ്റെ ബുദ്ധിയാണ്, ഭാഷാപരമായിട്ട് എഴുത്തിൻ്റെ ബുദ്ധിയാണ് കൂടുതലെങ്കിൽ റൈറ്ററായിട്ട് മാറാം, ജേർണലിസ്റ്റ് ആയിട്ട് മാറാം, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറാം, പോയറ്റായിട്ട് മാറാം, അല്ലേ? മ്യൂസീഷ്യൻ, അങ്ങനെയൊക്കെ മാറാം. ഓക്കെ, സോ നിങ്ങളൊന്ന് നോക്കൂ, പാട്ട് എഴുതുന്ന ആളായിട്ട് ഒരു കമ്പോസറായിട്ട് മാറാം. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ട്രാൻസ്ലേറ്റർ ആയിട്ട് മാറാം. ഇങ്ങനെയുള്ള ജോലിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എങ്കിൽ ആ ജോലി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു റോളാണ് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അദ്ദേഹം ചെയ്യുന്തോറും ആവേശം കൂടിക്കൊണ്ടിരിക്കും, ചെയ്യുന്തോറും ക്ഷീണം തോന്നുകയില്ല, എത്ര ചെയ്താലും മടുക്കുകയില്ല. ആ ചെയ്യുന്നതിൽ പുതിയ നൂതനമായ രീതികൾ കൊണ്ടുവരും. അദ്ദേഹം എന്നും ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന, അറിയപ്പെടുന്ന, കൂടുതൽ കാലം അതിൽ വർക്ക് ചെയ്യുന്നതിലൂടെ ഇപ്പം 10,000 hours സൂപ്പർ ഫോക്കസ്ഡ് അദ്ദേഹം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ മേഖലയിൽ ഒരു ജീനിയസ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. സോ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും മാറും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം അറിയപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ഇന്ന മേഖലയിൽ ഇന്ന ആൾ ഉഷാറാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോലി നമുക്ക് ചെയ്യാൻ, വരുമാനം നമുക്ക് നേടാം. അതിനു പകരം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറണം. ബെസ്റ്റ് ഇൻ ദ ഫീൽഡ് എന്ന് പറയാം. നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ദ ബെസ്റ്റ് ടീച്ചർ, ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പോലെ ലോകത്തെ ഏറ്റവും മികച്ച ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഈ സ്വപ്നം കാണണം. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആ ഒരു കഴിവ് ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും. ആ ഒരു കഴിവ് നിങ്ങൾ അത്രയും മൂർച്ച കൂട്ടും. ആ കഴിവ് നിങ്ങൾ എന്ത് ചെയ്യും? അത്രയും ഉഷാറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിട്ട് മാറും. യു വിൽ ബിക്കം ദി ബെസ്റ്റ് പേഴ്സൺ. യു വിൽ ലവ് ഡൂയിങ് ഇറ്റ്. യു വിൽ ലവ് യുവർ ജോബ്. യു വിൽ ലവ് മേക്കിംഗ് അതർ പീപ്പിൾ ഹാപ്പി. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ്, അതൊരു എന്താ പറയുക, ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് എങ്കിലും, തുടച്ച് മുറ്റമടിച്ച് വരുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ, വട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് ബ്യൂട്ടി. യു ഡു ഇറ്റ് വിത്ത് ബ്യൂട്ടി, അതായത് സൗന്ദര്യത്തോടു കൂടി അത് ചെയ്യണം. അതൊരു ജോലിയാണ്, ഒരു കടമയാണെന്ന് ചെയ്യുന്നതിന് പകരം മേക്ക് ഇറ്റ് സോ പെർഫെക്റ്റ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, പെർഫെക്റ്റ് ആയിട്ട്, അടിപൊളിയായിട്ട് ചെയ്യുക. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, വാട്ട് ആൻ ഇൻക്രെഡിബിൾ വർക്ക്, വാട്ട് ആൻ എംപ്ലോയി, വാട്ട് ആൻ ക്രാഫ്റ്റ്. അവർ പറയണം എന്ന് വെച്ചാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. അത് ആർക്കെ ചെയ്യാൻ പറ്റുക? ദ പീപ്പിൾ ഹു ലവ് ദെയർ ജോബ്. ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ജോലി അത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് ജോബ്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള, ശരിയായ, നിങ്ങളുടെ സ്കില്ലുള്ള, നിങ്ങളുടെ പാഷനുള്ള ആ മേഖലയിലായിരിക്കണം.
അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചറിഞ്ഞിട്ട് ആ മേഖലയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരാൾ ഈ മേഖലയിൽ ആണ് ജോലി ചെയ്യുന്ന സാധ്യത, അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യത. രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഗണിത ബുദ്ധിയാണ് അവരുടെ ബുദ്ധി കൂടുതലായിട്ടുള്ളത്. 9 ബുദ്ധികൾ ഉണ്ടെന്ന് പറയുന്നത് അതിൽ ഭാഷാപരമായിട്ട് ബുദ്ധി പറഞ്ഞു. രണ്ടാമത്തത് ഗണിത ബുദ്ധി. ഗണിത ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ലോജിക്കൽ ഇന്റലിജൻസ്, എബിലിറ്റി ടു തിങ്ക് conceptually and abstractly and capacity to discern logical numerical patterns. അതായത് നമ്പറുകൾ വെച്ചിട്ടുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാനും അത് വെച്ചിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, നമ്പറുകൾ അറിയാലോ, നമ്പറുകൾ, ഇതിനെ വെച്ചിട്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. മാത്തമാറ്റിക്സ് കണക്കെന്ന് പറയുന്ന വിഷയത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. സോ അവരുടെ പ്രത്യേകത എന്താണ്? പ്രോബ്ലം സോൾവിങ് സ്കില്ല് ലോജിക്കലാണ്, മാത്താണ്. അവർക്ക് പ്രോബ്ലം എന്താണ്? ലോജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. പെർഫോമിംഗ് എക്സ്പെരിമെന്റ്സ്. ഇപ്പോൾ സയന്റിസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കൊണ്ടുവരും. സയന്റിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് സയന്റിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. ഏത് സംഗതിയുടെയും പ്യുവർ ലോജിക്കാണ് നോക്കുക. ഇപ്പം എനിക്കൊരു സുഹൃത്തുണ്ട്, അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലോജിക്കൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് വർക്ക്. അതിലാണ് അവന് കിക്ക്. ഒരു വാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവന് കാർ കൊടുത്ത് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങ് പോകും. ഇവൻ ഈ കാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇതിന്റെ ഈ കാറിൽ ഒഴിക്കുന്ന എങ്ങനെയാണ് ഈ കാറിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഇതില് ഇതിൽ എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അതിൽ ഇന്ന ഓയിൽ ഒഴിച്ചിട്ട് അത് പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇന്ന കെമിക്കൽ ചേർന്നിട്ട് അത് മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന എനർജിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഇതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ പറയാനാണ് ഇവന് താല്പര്യം. ഇവനോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എക്സ്പ്ലനേഷൻ വരുള്ളൂ. കാരണം ഹിസ് എ മാത്തമെറ്റിക്കൽ ഇന്റലിജന്റ് പേഴ്സൺ, ഗണിത ബുദ്ധിയുള്ള ഒരാൾ. അപ്പൊ അത് അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് എല്ലാത്തിനും മെഷർമെന്റ്, ഇത്ര അളവിൽ ഇന്ന രീതിയിൽ ഇന്ന പെർഫോമൻസ്, മനസ്സിലായോ? എല്ലാം അക്കങ്ങൾ വെച്ചിട്ട് ഈ രൂപത്തിൽ ലോജിക്കലായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ആ ബുദ്ധിയുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മൈൻഡുള്ള ആൾക്കാരാണ് സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്. അതേപോലെ നമ്പേഴ്സിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അക്കൗണ്ട്സ്, ലോജിക്കലായിട്ടാണ് ഇവർ അക്കൗണ്ട്സ്, ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ, മാത്തമെറ്റീഷ്യൻസ്, ഇവർക്കൊക്കെ എന്താ വെച്ചാൽ പറ്റിയ ജോലി അതാണ്. കണക്കുകളുമായിട്ട്, നമ്പറുകളുമായിട്ട് ഫിസിഷ്യൻസ്, ഫിസിഷ്യൻസ് അല്ല, സയന്റിഫിക് ഫിസിക്സിലുള്ള ആൾക്കാർ, മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ലോജിക്കലി നീങ്ങുന്ന ആൾക്കാർ. അടുത്തത് എന്താണ്? മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ, ഇവരുടെ പ്രത്യേകത എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അപ്രീഷിയേറ്റ് റിതമിക് പിച്ച് ആൻഡ് ടിംബർ സ്കിൽസ്. അതായത് സിംഗിങ്, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്സ്, കമ്പോസിങ് മ്യൂസിക്. ഇവർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഇവരുടെ സംഗീത ബുദ്ധിയാണ് ഇവർക്ക്. ഇത് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് പാട്ടായിട്ട് തോന്നും. അതിൽ നിന്നൊരു പാട്ട് കണ്ടെത്താൻ കഴിയും. ഏത് സൗണ്ടിനെയും പാട്ടാക്കി മാറ്റാൻ കഴിയും ഇവർക്ക്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇവരുടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇവർക്ക് ആ കൊട്ടും തട്ടും താളവും ആ ഒരു പാട്ട് പാടലും അത് മ്യൂസിക് ഉണ്ടാക്കാനും, വെറുതെ ഇരുന്നിട്ട് വരികൾ എഴുതി മ്യൂസിക് ഉണ്ടാക്കാനുള്ള സ്കില്ല് ഇവർക്കുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങനെ എന്നിട്ട് അത് ഉണ്ടാക്കി പാടി ചെയ്യാൻ പറ്റും. അതില്ലാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് എത്ര മ്യൂസിക് ഉണ്ടാക്കിയാലും വേറെ ഏതെങ്കിലും പാട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. പക്ഷെ ഇവരുടെ പ്രത്യേകത അങ്ങനെയല്ല. ദേ വിൽ ക്രിയേറ്റ് മ്യൂസിക് ഔട്ട് ഓഫ് തിൻ എയർ. ഇവർക്ക് അങ്ങനത്തെ ഒരു സ്കില്ല് ഇവർക്ക് ഉണ്ടാവും. മ്യൂസിക്കിനോട് വല്ലാത്ത ഇഷ്ടം, പാട്ട് പാടാൻ വല്ലാണ്ട് ഇഷ്ടം, പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പാട്ടുകൾ കാണാതെ പഠിക്കുന്ന സ്വഭാവം. സോ ദേ ആർ ഡ്രോൺ ടു മ്യൂസിക്കിനോട്, സംഗീതത്തോട്. മനസ്സിലാവുന്നുണ്ട്? ഇവരുടെ പ്രത്യേകത എന്താണ്? മ്യൂസീഷ്യനായി മാറാൻ പറ്റും. ഡിസ്ക് ജോക്കി അല്ലേ, അറിയാലോ? ഡി ജെ അറിയാം, അതായി മാറാൻ പറ്റും. സിംഗറായിട്ട്, പാട്ടാറായിട്ട് മാറാൻ പറ്റും. കമ്പോസറായിട്ട് മാറാൻ പറ്റും. അപ്പൊ അങ്ങനെ അതാണ് അടുത്ത ബുദ്ധിയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏത്? മ്യൂസിക്കൽ ഇന്റലിജൻസ്. പാട്ടിനോട് ഇഷ്ടം, പാട്ടുമായി ബന്ധപ്പെട്ടുള്ള താളങ്ങളോട്, മ്യൂസിക്കിനോട്, എല്ലാത്തിനോടും ഇഷ്ടം. നിങ്ങൾ ഇതിലാണോ വരുന്നത് നോക്കുക. 3 എണ്ണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഇവർക്ക് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെ പ്രത്യേകം കപ്പാസിറ്റി ടു തിങ്ക് ഇൻ ഇമേജസ് ആൻഡ് പിക്ചേഴ്സ്, ടു വിഷ്വലൈസ് ആക്യുറേറ്റ്ലി ആൻഡ് അബ്സ്ട്രാക്ട്ലി. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവർക്കുള്ള പ്രത്യേകത നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്യും.
ഇവർക്ക് എന്ത് കണ്ടു കഴിഞ്ഞാലും അതിന്റെ കറക്റ്റ് പ്ലാൻ കാണാൻ കഴിയും. അതിന്റെ ഒരു കറക്റ്റ് റൂട്ട് കാണാൻ കഴിയും. ചിത്രം വരക്കാൻ കഴിയും. ഇവർക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഈ ടൈപ്പ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള സ്കില്ല് വിഷ്വൽ. ഇവർക്കൊരു പസിൽ ബിൽഡിംഗ്, പെയിന്റിങ് ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വരക്കാൻ, കൺസ്ട്രക്ഷൻ ഒരു സാധനം ഉണ്ടാക്കാൻ, എഞ്ചിനീയറിംഗ് മൈൻഡ് പോലെ ഒരു കൺസ്ട്രക്ട് ചെയ്യാനുള്ള സാധനം കാണാൻ കഴിയും. ഫിക്സിങ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യും, ഇങ്ങനെ ഡിസൈനിങ് ഒബ്ജക്ട്സ്. മനസ്സിലാകുന്നുണ്ട്? ഒരിക്കലൊരു ഒബ്ജക്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും പ്ലാൻ ചെയ്യാനും പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാനും മെഷീൻസ് ഡിസൈൻ ചെയ്യാനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബുദ്ധി ഇവർക്ക് കൂടുതലായിരിക്കും. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ബുദ്ധി കൂടുതലായിരിക്കും. ഇവർക്ക് സ്കൾപ്ചേഴ്സിന്റെ ബുദ്ധി കൂടുതലായിരിക്കും, ശില്പികളുടെ. ഓക്കെ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഒരു സാധനം അവിടെ പണിത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇവർക്ക് ബിസിനസ് മൈൻഡ് കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെ പ്രത്യേകത എന്താണ്? സ്കൾപ്ചർ ആകാം, ശില്പിയായി മാറാം, ആർട്ടിസ്റ്റായിട്ട് മാറാം, ഇൻവെന്റർ, സയന്റിസ്റ്റ് ആയിട്ട് പുതിയൊരു സാധനം കണ്ടെത്തി, ഇല്ലാത്തൊരു സാധനത്തെ കണ്ട് ഇമാജിൻ ചെയ്ത് അതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. മനസ്സിൽ അത് കാണാനുള്ള ബുദ്ധി കൂടുതലായിരിക്കും. ആർക്കിടെക്റ്റ് ആയിട്ട് മാറാൻ പറ്റും, എഞ്ചിനീയറിംഗ് ബുദ്ധി. മെക്കാനിക് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞല്ല, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറാൻ പറ്റും. ഈ ലെവലിലൊക്കെ ഇവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വലിയ ബിസിനസ്സുകാരായിട്ട് മാറാൻ പറ്റും. കാരണം സ്പെഷ്യൽ ഇന്റലിജൻസ് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, ബിസിനസ്സുകാർക്ക് ഒന്നുമില്ലാത്തടത്തോളം സാധനം കണ്ട് അതിന്റെ അവസരങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റും. സോ വാട്ട് യു ലൈക്ക് ടു ഡു നെക്സ്റ്റ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ അടുത്ത സാധനമാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ശാരീരിക ബുദ്ധി എന്ന് പറയും. കൈനസ്തെറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. മൂവ്മെന്റ്, ബോഡി, ശരീരം കൊണ്ട്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ്, ശരീരത്തെ ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതോ രീതിയിലുള്ള ഒരു ബുദ്ധി. ഇവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ശരീരം കൊണ്ട്. എബിലിറ്റി ടു കൺട്രോൾ വൺസ് ബോഡി മൂവ്മെന്റ്സ് ടു ഹാൻഡിൽ ഒബ്ജക്ട് സ്കിൽഫുള്ളി. ഇവർക്ക് ശരീരത്തെ പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒബ്ജക്ട്സ് വളരെ അതിനനുസരിച്ച് കയ്യിലുള്ള അല്ലെങ്കിൽ വസ്തുക്കൾ നന്നായിട്ട് വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചില സ്കില്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാൻസിങ് സ്കില്ല് ഉണ്ടാവും, സ്പോർട്സ്, ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റ്സ്, ആക്ടിങ്, അഭിനയിക്കാനുള്ള കഴിവ്. കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അഭിനയം. ശരീരത്തെ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ സർക്കസിലുള്ള ആൾക്കാർ അല്ലേ, കണ്ടിട്ടുണ്ടാവും. സ്റ്റേജ് ഷോകൾ നടത്തുന്ന ആൾക്കാർ, ഡാൻസ് ചെയ്യുന്നവർ, സ്പോർട്സ്, ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റ്സ്, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, സ്പോർട്സ് താരങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? അത്ലറ്റിക്സ് അറിയാലോ, ഓടുന്നവർ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ചാടുന്നവർ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ജിമ്മില് ശരീരബുദ്ധിയാണ് ഇവർക്കുള്ളത്, ശാരീരിക ബുദ്ധി. ഇവരുടെ ശരീരത്തിലാണ് ബുദ്ധി കിടക്കുന്നത്. ചിലർക്ക് സംഗീതത്തിലാണ് അല്ലെ, ചിലർക്ക് ഇമാജിനേഷൻ കഴിവാണ് കൂടുതൽ, ചിലർക്ക് മാത്തമാറ്റിക്കൽ കഴിവാണ് കൂടുതൽ, ചിലർക്ക് സംസാരത്തിൽ, അങ്ങനെ ഓരോന്നിലാണ് സ്കില്ലുള്ളത്. ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്. നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇവരുടെ ശരീരത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇതേപോലെ എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കുന്നില്ല. പക്ഷെ ജിമ്മിൽ പോയി അങ്ങ് ജോയിൻ ചെയ്തു. ജിമ്മിൽ പോയി ജോയിൻ ചെയ്തതോടുകൂടി എന്തായി, ആള് ഭയങ്കരമായിട്ട് അതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ട് എന്താ പ്രത്യേകത? ആൾ കൈനസ്തെറ്റിക് പല പരിപാടിയും ചെയ്തു നോക്കി, ഒന്നും വിജയിക്കുന്നില്ല, ഒന്നിലും ഒരു സ്ഥിരത കിട്ടുന്നില്ല, ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ ആളുടെ ബോഡി കൈനസ്തെറ്റിക് എനർജിയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഹാപ്പിനെസ് കിട്ടും. അപ്പൊ നമ്മൾ പണം കിട്ടിയില്ലെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യുന്തോറും കൂടുതൽ കൂടുതൽ ആവേശവും സന്തോഷവും ഒരു ഹാപ്പിനെസ്സും വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കും. അതിനല്ലേ നമുക്ക് വേണ്ടത്. ശരിയാണോ? ശരിയല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പം ഇവരെന്താ സംഭവിച്ചു വെച്ചാൽ അവർ ആ മേഖലയിൽ ഉഷാറായിട്ട് അങ്ങ് തിളങ്ങാൻ തുടങ്ങി. നമ്മൾ ഒരു മേഖലയിൽ നമ്മൾ വിജയിക്കാൻ, ജീനിയസ് ആവാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ ലവ് വാട്ട് യു ഡു, അല്ലെങ്കിൽ ഡു വാട്ട് യു ലവ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുക. ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഇഷ്ടപ്പെടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത്, ഈ ലോകത്ത്, ഇപ്പൊ കാണുന്ന ഈ ലോകത്ത് ഒറ്റ ചാൻസേ നമുക്കുള്ളൂ.
ഒരൊറ്റ ചാൻസ്, വൺ ചാൻസ്. അത് തീരാറാകുന്നതിന് മുൻപ്, അത് തീരുന്നതിന് മുൻപ് നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തി നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ജീവിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളിത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ട്, നിങ്ങളത് ഓൾറെഡി പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ പ്രകടിപ്പിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥനാകും. നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾക്കൊരു ട്രോമയായിട്ട് ഉള്ളിൽ കിടക്കും, ഒരു പെയിനായിട്ട് കിടക്കും. അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മോചിതനാവും, ആ വിഷമത്തിൽ നിന്ന്. നിങ്ങൾ ആ വിഷമത്തിൽ നിന്ന് മോചിതയായിട്ടില്ല അല്ലെങ്കിൽ മോചിതനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങും. മറ്റുള്ളവരെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദേഷ്യം, നിങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യം, നിങ്ങളുടെ ജീവിതത്തോട് ദേഷ്യം, മക്കളോട് ദേഷ്യം, ഫാമിലിയുള്ളവരോട് ദേഷ്യം, മറ്റുള്ളവരോട് ദേഷ്യം, ഇത് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ പുറത്തേക്ക് വരും. ഇപ്പോ ഞാന് ഞാനൊരു ഞാൻ പറയാൻ പോകുന്നുള്ള ആ ബുദ്ധിയെക്കുറിച്ച്, എനിക്ക് സംസാര ബുദ്ധിയാണ് കൂടുതൽ. അപ്പം ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയും, സംസാര ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും മറ്റുള്ളവരുമായിട്ട് ആ ബുദ്ധി കൂടുതൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം സംസാരിക്കാനും കോച്ച് ചെയ്യാനും ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഇത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സംസാരിച്ച് ബോറടിപ്പിക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയേനെ. അല്ലെങ്കിൽ ഇതൊന്നും സംസാരിക്കാൻ കഴിയാതെ ഞാൻ എന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ ദുഃഖിച്ചു പോയേനെ. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട വലിയൊരു തിരിച്ചറിവാണ്, നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമുക്ക് നമ്മളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ഭയങ്കര വിഷമത്തിലായിപ്പോൾ. അപ്പോൾ ഒന്നുകിൽ തൊഴിൽപരമായിട്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിനോദപരമായിട്ട് ഹോബി എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് നമ്മളായിരിക്കാൻ പറ്റണം. അപ്പോൾ ചിലവർക്ക് എന്താ വെച്ചാൽ, ഏതെങ്കിലും ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ബുദ്ധിയല്ലാത്ത ഉപയോഗിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഹോബി കണ്ടെത്തുക, എന്നിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിതനും വിഷമിക്കുന്ന ഒരാളും സങ്കടപ്പെടുന്ന ഒരാളും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിട്ട് മാറിയേക്കാം. ഞാനായിട്ട് ഒരു ട്രെയിനറായിട്ടോ ഒരു കോച്ചായിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരാളായിട്ടോ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പലരെയും പരദൂഷണം പറഞ്ഞ് നടക്കുന്ന നാട്ടിൻപുറത്തുള്ള ഒരാളായിട്ട് മാറിയേനെ. അല്ലെങ്കിൽ നാട്ടുപുറത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാറുന്നത് പോലെ ചിലപ്പോൾ ഞാനൊരു സാമൂഹിക ദ്രോഹിയായിട്ട് മാറിയേനെ. അധിക സാമൂഹിക ദ്രോഹികളായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുകൊണ്ടോ പലപ്പോഴും അവർക്ക് അവരാവാൻ കഴിയാത്തതിന്റെ പ്രതിഷേധം കൂടിയാണ് ആ കാണിക്കുന്നത്. അങ്ങനെ വലിയൊരു തിരിച്ചറിവും കൂടി നമുക്കുണ്ടാവണം. മറ്റുള്ളവർ ഉപദ്രവകാരികളാകുന്നതും സമൂഹത്തിന് ഉപകാരമില്ലാത്ത, നശിച്ചു പോകുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നത് അവർക്ക് അവരുടെ കഴിവെന്താണ് എന്നുള്ളത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അത് പുറത്തെടുക്കാനോ ഉള്ള അവകാശം നഷ്ടപ്പെടുമ്പോഴാണ്, നിഷേധിക്കപ്പെടുമ്പോഴാണ്. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് വിഷമത്തിലൂടെയും അസുഖത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും അസ്വസ്ഥരാക്കുന്ന ഭർത്താക്കന്മാർക്ക് അസ്വസ്ഥരാക്കുന്ന പാർട്ട്നേഴ്സായിട്ട് അവർ മാറുന്നത് അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോഴാണ്. 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി ജീവിതം തീരുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരാളും അർഹിക്കുന്നില്ല. ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഉമ്മ യാത്ര പോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു മതപ്രഭാഷകൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ദിക്റും ചൊല്ലി ഒരു മൂലക്കിരിക്കേണ്ട സമയത്ത് യാത്ര പോയിട്ട് ഏതോ മഞ്ഞുമലയുടെ മുകളിൽ പോയിട്ട് ഈ കുറെ ആൾക്കാരുടെ പേര് വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി. എത്രത്തോളം വിഡിത്തമാണ് ആ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞതിന് ശേഷമുള്ള സമൂഹത്തിൽ നിന്നുള്ള വിവരവും വിദ്യാഭ്യാസവും വെച്ചിട്ടുള്ള സമൂഹം ചോദ്യം ചെയ്യുന്ന ഒരു കാലം വന്നു. പണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യുന്ന കാലങ്ങളൊന്നും ഉണ്ടായിരുന്നു. സ്ത്രീകൾ പഠിക്കണ്ട, സ്ത്രീകൾ മുന്നോട്ട് പോകണ്ട, സ്ത്രീകളൊന്നും അറിയണ്ട എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മുന്നോട്ട് വരുന്ന സ്ത്രീകളുള്ള ഒരു കാലഘട്ടം, അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ട് എത്രയോ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പണ്ട് എത്രയോ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അസുഖങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ വന്നത് സ്ത്രീകൾ സന്തോഷം അനുഭവിക്കാതെ, എല്ലാ ആഗ്രഹങ്ങളും സ്വയം ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുങ്ങി ജീവിച്ചതിന്റെ ഒരു എന്താ പറയുക ഒരു 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 ഒരു
ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല അസുഖങ്ങളുടെയും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ അവരനുഭവിച്ച സ്ട്രെസ്സാണ്. അവരനുഭവിച്ച സ്ട്രെസ് നേരെ എന്ത് ചെയ്യും, ഭർത്താവിലേക്ക് കിട്ടുമ്പോൾ ഭർത്താവ് രോഗിയാവും, ഭർത്താവും സ്ട്രെസ് ഉണ്ടാവും. അവർ രണ്ടാളും അസുഖത്തിലൂടെയും ലൈഫ് സ്റ്റൈൽ ഡിസീസിലൂടെയും പോകും. സോ ഒരു ഹാപ്പി ആയിട്ടുള്ള ഫുൾഫിൽഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അത് നയിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം, സ്വയം ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സംഗതികൾ ഉണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇഷ്ടങ്ങൾ പലർക്കും ഉണ്ടാകും. ആ ഇഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മാനിക്കണം. മക്കളെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്നല്ല കാണേണ്ടത്. അവർക്ക് ആരാവണം, അവരുടെ സ്കിൽ എന്താണ്, അതാക്കി മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ ഒരു കാരണവശാലും മീനിനെ പിടിച്ചിട്ട് മരം കയറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കരുത്. മീന് വെള്ളത്തിലൂടെ നീന്താനുള്ളതാണ്. അതിനുള്ള സ്കില്ലാണുള്ളത്. അതിനെ പിടിച്ചിട്ട് മരം കയറ്റാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് ഈ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിയിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്. ഒരു മ്യൂസിക് അല്ലെങ്കിൽ എന്താ പറയുക, സംഗീത ബുദ്ധിയുള്ള ഒരു മകനെ എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവനെ പിടിച്ചിട്ട് ഒരു മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ആവശ്യമുള്ള ഒരു മേഖലയിലേക്ക് നീ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ നീ ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടരുത്. അവനെ ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുത്തിട്ട്, അവനെ ഏറ്റവും നല്ല ഗൈഡൻസ് കൊടുത്തിട്ട്, അവനെ നല്ലൊരു എന്താ പറയുക, ഒരു സംഗീതത്തിന്റെ മേഖലയിലുള്ള ഏറ്റവും നല്ല മികച്ച അഗ്രഗണ്യനായിട്ടുള്ള അവനൊരു AR റഹ്മാനെ പോലെ ആവണം, നീ അവാർഡ് വാങ്ങണം, നീ ഓസ്കാർ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവന് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നതാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഞാനായിട്ടിരിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഫീലിംഗ് അവനുണ്ടാകുന്നു. ഞാൻ കാണുന്നതിനെക്കാട്ടിലും പ്രതീക്ഷയും സ്വപ്നങ്ങളും കാണുന്നു. എൻ്റെ കഴിവിനെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എൻ്റെ ഇഷ്ടങ്ങളെ അവർ മാനിക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് അവന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സേഫ് സ്പേസ് ഉണ്ട്. അതിന് പകരം അത് നിഷേധിക്കുമ്പോൾ, അവൻ ആഗ്രഹങ്ങൾ പറയുമ്പോൾ, ഫുട്ബോൾ കളിക്കണം, എനിക്കൊരു മെസ്സിയെ പോലെ ആവണം എന്ന് പറയുമ്പോൾ, അവൻ്റെ സ്കില്ല് ചിലപ്പോൾ കൈനസ്തെറ്റിക് സ്കില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ കളി കാണാൻ പോവുക, അവൻ്റെ പ്രാക്ടീസ് കാണാൻ പോവുക, അവൻ്റെ കൂടെ ചെല്ലുക. അവൻ എത്രത്തോളം കളിക്കുന്നുണ്ട്, അവൻ്റെ കളി കാണുമ്പോൾ ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവനൊരു പന്ത് വാങ്ങിച്ചു കൊടുക്കുക, ബോൾ വാങ്ങിച്ചു കൊടുക്കുക, അവർ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവനോട് കളിക്കാൻ പറയുക. അങ്ങനെ കളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കളിക്കാൻ അവനെ വിടുമ്പോൾ അവൻ ഏറ്റവും നല്ല ബോൾ ഉപയോഗിച്ചുകൊണ്ടും ഇന്ദ്രജാലം കാണിക്കുന്ന മികച്ച കളിക്കാരനായിട്ട് തിരിച്ചു വരുമ്പോൾ നാടവനെ തിരിച്ചറിയും, നാട്ടുകാരവനെ തിരിച്ചറിയും. ഇന്ന് അവൻ നിങ്ങളുടെ മകനാണ് എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അവൻ്റെ കളിക്കാരനായിട്ടുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അവൻ്റെ മാതാപിതാക്കളാണെന്ന് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊള്ളണം. അതായിരിക്കണം മക്കൾക്ക് നമ്മൾ നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ കാര്യമാണെങ്കിലും, ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കഴിഞ്ഞു, കാലം കഴിഞ്ഞു, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ അറിവിനെ ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു അറിവ് എന്തായാലും നിങ്ങൾ പകർന്നു കൊടുക്കണം. അവരാരാണെന്ന് കണ്ടെത്താൻ അവരെ സഹായിക്കണം. ഈ ഒരു ഇന്റലിജൻസ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡെർമോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അത് ഇവിടെയൊക്കെ നമ്മുടെ പല നാടുകളിലും, മലപ്പുറം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ ഇതിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ തന്നെ ഞാൻ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ. അപ്പം ഡെർമോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ സ്വയം നിരീക്ഷിക്കുക. ഇത് വേറെ ടെസ്റ്റ് കൊടുത്ത് 2000, 2500, 3000 രൂപയ്ക്ക് കൊടുത്തിട്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നമ്മളിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നമ്മളോട് തന്നെ ചോദിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചറിയാൻ ശ്രമിച്ചിട്ട് അതിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വളരെ പെട്ടെന്ന്, വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. 19ഓളം പേജുള്ള ഒരു ബുക്ക് നിങ്ങളിലേക്ക് റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് നൽകും ആ ടെസ്റ്റിന് ശേഷം. ആ ടെസ്റ്റിൽ നിങ്ങളോട് കുറെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, വളരെ ലളിതമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുക. ഉത്തരം നൽകുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഉത്തരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളിലുള്ള കഴിവ് എന്താണ് എന്നുള്ളത് വരെ നിങ്ങൾ ആൻസർ ചെയ്യാൻ എടുക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡാണ്. ആൻസർ ചെയ്യാൻ എടുക്കുന്ന അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സിന്റെ സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് ആ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിക്കുക. അതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള
ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അത്ലറ്റ്സ് അല്ലേ, ഇതിൽ ആർക്കൊക്കെ കഴിയായിട്ട് മാറാം? PE ടീച്ചർ, ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചറായിട്ട് മാറായി കൂടെ നമുക്ക്. ദെൻ അടുത്തത് ഡാൻസറായിട്ട് മാറാൻ പറ്റും, ആക്ടറായിട്ട് മാറാൻ പറ്റും, ഫയർ ഫൈറ്ററായിട്ട് മാറാൻ പറ്റും അല്ലേ. നല്ല ഫയർ ഫൈറ്റിങ്ങിനൊക്കെ ഭയങ്കര സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ളവർ, ജിം, ഇങ്ങനെ എന്തിനും ധൈര്യത്തിൽ ഇറങ്ങാം. ഇവർക്ക് ഇവർ ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റെസ്ക്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായി, റെസ്ക്യൂ ഓപ്പറേഷൻ ഓഫീസർമാരായിട്ട് മാറാൻ പറ്റും. ഇവർക്ക് കാരണം ഇവരുടെ ശരീരം കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇറങ്ങി ചെന്നിട്ട് പ്രവർത്തിക്കാനുള്ള ശരീരത്തിന്റെ സ്കില്ല് അവർക്ക്, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പ്രവർത്തിക്കാനുള്ള സ്കില്ല് കൂടുതലായിരിക്കും അവർക്ക്. അവർക്കൊരു ജോലി ബോഡി ബിൽഡറായിട്ട് മാറാൻ പറ്റും. ശരീരം കൊണ്ട് ഉപയോഗിക്കും, ബോഡി ബിൽഡർ, നല്ല ബോഡി ബിൽഡറായിട്ട് ഇവർക്ക് മാറാൻ പറ്റും. സോ ഇവർക്ക് മോഡൽസ് ആയിട്ട് മാറാൻ പറ്റും. ഫോട്ടോ അല്ലെ, മോഡലിംഗ് മേഖലയിൽ തിളങ്ങാൻ പറ്റും, ആക്ടിങ് മേഖലയിൽ തിളങ്ങാൻ പറ്റും, അഭിനയത്തിന്റെ മേഖലയിൽ തിളങ്ങാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അവനവന്റെ കഴിവ് ഏതാണെന്നുള്ളത് നോക്കുക. അടുത്ത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾ, വേറൊരു വ്യക്തിയുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇടപെടുന്ന സമയത്തുള്ള ഒരു ബുദ്ധിയുണ്ട്. ആൾക്കാരുമായിട്ട് ഇടപഴകി സംസാരിക്കാനുള്ള ഒരു ബുദ്ധി അത് ചിലർക്ക് നന്നായിട്ട് കൂടുതലായിരിക്കും. സോ അവരുടെ പ്രത്യേകത എന്താണ്? കപ്പാസിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ദ മൂഡ്സ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഡിസൈർസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ മൂഡ്, അവരുടെ ഒരു മാനസികാവസ്ഥ, അതിനനുസരിച്ച് അത് മനസ്സിലാക്കി അവരോട് പെരുമാറാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മറ്റുള്ള വ്യക്തികളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അവരുടെ മൂഡും അവരുടെ മോട്ടിവേഷനും അവരുടെ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ, ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ സീയിങ് ഫ്രം അതർ പെർസ്പെക്ടീവ്സ്, മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കാണാനുള്ള സ്കില്ല് ഇവർക്ക് കൂടുതലാണ്. ഇവർക്ക് എംപതി കൂടുതലായിരിക്കും, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇവർക്ക് കൗൺസിലിംഗ് സ്കില്ല് കൂടുതലായിരിക്കും. ഇവർക്ക് പരസ്പര സഹകരണ മനോഭാവം കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ലുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് ബന്ധങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബന്ധങ്ങൾ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരും കൂടിയായിരിക്കും. സോ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് കൗൺസിലറായിട്ട് മാറാൻ പറ്റും, സെയിൽസ് പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും, പൊളിറ്റീഷ്യൻസ് ആയിട്ട് മാറാൻ പറ്റും, രാഷ്ട്രീയക്കാരായിട്ട് മാറാൻ പറ്റും, അതേപോലെ തന്നെ ബിസിനസ് പീപ്പിൾ ആയിട്ട് മാറാൻ പറ്റും, ബിസിനസ് ഒക്കെ ചെയ്യുന്ന മിനിസ്റ്ററായിട്ട്, മന്ത്രിമാരായിട്ട് മാറാൻ പറ്റും, ട്രെയിനറായിട്ട് മാറാൻ പറ്റും, കോച്ചായിട്ട് മാറാൻ പറ്റും. സോ ലോട്ട് ഓഫ് പീപ്പിൾ ദേ ക്യാൻ, ബിക്കോസ് അവർ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് കൂടുതലാണ്. ഒരു HR ഓഫീസർമാരായിട്ട് മാറാൻ പറ്റും, HR ഒഫീഷ്യൽസ് ആയിട്ട്, റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്ന HR ട്രെയിനറായിട്ട് മാറാൻ പറ്റും. സോ പീപ്പിൾ ഓറിയന്റഡ് ആണ് ഈ ആൾക്കാർ. ജനങ്ങളെയാണ് ഇവർക്ക് ഇഷ്ടം, ആൾക്കാരാണ് ഇഷ്ടം, ആൾക്കാരോടുമായിട്ട് ഇടപഴകുന്നതാണ് ഇഷ്ടം. അപ്പൊ സെയിൽസ് പീപ്പിൾ അറിയാലോ അല്ലെ, കച്ചവടത്തിൽ സെയിൽസ് സ്റ്റാഫൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സ്കില്ലായിട്ടിരിക്കും. അടുത്ത സ്കിൽ എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ സ്കിൽ സെറ്റ് ആണ്. ഇൻട്രാപേഴ്സണൽ സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസിലെ ഇൻട്രാപേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്വന്തത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നവരാണ്, സ്വന്തം നന്നായിട്ട് നിരീക്ഷിക്കുക. സോ കപ്പാസിറ്റി ടു ബി സെൽഫ് അവെയർ ആൻഡ് ഇൻ ട്യൂൺ വിത്ത് ഇന്നർ ഫീലിംഗ്സ് ആൻഡ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് ആൻഡ് തിങ്കിങ് പ്രോസസ്. ചിന്തകൾ എന്താണ്, വിശ്വാസങ്ങൾ എന്താണ്, മൂല്യങ്ങൾ എന്താണ്, ഒരാളുടെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സ്വന്തത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരുടെ എന്ന് വെച്ചാൽ ഉള്ളിലേക്കാണ് ഇവർ കൂടുതൽ ചിന്തിക്കുക. ആത്മീയപരമായിട്ടുള്ള ചിന്തകളാണ്, സ്വന്തത്തിൽ അവയർനെസിനെ കുറിച്ച് ചിന്തിക്കും, ഭയങ്കര ആഴത്തിൽ പുനർചിന്തനം നടത്തുന്നവരാണ്, ഇന്നർ ഫീലിങ്സ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് റിസർച്ചേഴ്സ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഇവർക്ക് റിസർച്ചേഴ്സ്, അതായത് ഗവേഷകരായിട്ട് മാറാൻ പറ്റും. എന്തൊരു കാര്യം ഇവർക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. എന്തൊരു കാര്യം എന്താണ്, എന്തുകൊണ്ടാണ്, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആഴത്തിൽ ഇരുന്ന് ചിന്തിക്കുന്ന സ്വഭാവം. ഇവർക്ക് തിയറിസ്റ്റ്, ഏത് കാര്യത്തിനും തിയറികൾ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ സയന്റിസ്റ്റുകളെ പോലെ ഫിലോസഫേഴ്സ്, തത്വചിന്തകരാണ് ഇവർ. അതേപോലെ ഇവർക്ക് നല്ല ട്രെയിനർമാരാവാം, നല്ല കോച്ചുമാരാവാം, നല്ല കൗൺസിലേഴ്സ് ആവാം, അങ്ങനെയൊക്കെ ആവാൻ പറ്റും ഈ മേഖലയിലുള്ള ആൾക്കാർക്ക്. ഓക്കെ, അതേപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അടുത്തത് പോയിന്റ് വരുന്നത് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ആണ്, എട്ടാമത്തത്. ഇവർ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയുള്ളവരാണ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് കാറ്റഗറൈസ് പ്ലാന്റ്സ്. ചെടികളെ ഇഷ്ടമായിരിക്കും, മരങ്ങളെ ഇഷ്ടമായിരിക്കും. ഓരോ മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന മരമാണ്, അത് ഇന്നതാണ് എന്നുള്ളത് ശരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മണ്ണിനോട് ഇഷ്ടമായിരിക്കും, ചെടികൾ കുഴിച്ചിടുന്നത് ഇഷ്ടമായിരിക്കും. ഇവർ നാച്ചുറലി ഇവരത് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ചെടികൾ വളർത്തുന്ന സ്വഭാവം ഉണ്ടാവും. ഇവരെന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യും, എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് വളരുന്ന കാണാൻ പറ്റും. ഇവർക്കൊരു കൈപുണ്യം കൃഷിയുടെ കാര്യത്തിലുള്ളതായിട്ട് തോന്നും. So recognize one's connection to nature and apply science theory to life.
ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ വല്ലാണ്ട് ഒരു കണക്ഷൻ പ്രകൃതിയായിട്ട് വല്ലാണ്ട് ഇഷ്ടമായിരിക്കും. ഒരു പ്രകൃതിയിലേക്ക് പോകാനും പ്രകൃതി പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കണക്ഷൻ, ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് യാത്ര ചെയ്ത് അതിലേക്ക് കണക്റ്റഡ് ആയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് കൃഷി ചെയ്യാനും ഫാം നടത്താനും പ്രാവുകളെ കർഷകനായിരിക്കും ഇവര്. ഒരു കർഷക മൈൻഡ് ഉണ്ടാവും. ആ വീട്ടിൽ ചിലപ്പോൾ ആട് വേണ്ടി വരും, അല്ലെങ്കിൽ കിളികൾ വേണ്ടി വരും. അങ്ങനെ പലതിനോടും നമ്മുടെ നടൻ ടോവിനോ കുറച്ച് ഈ ഒരു നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഇതേപോലെ എന്ന് വെച്ചാൽ ഒരു ഫാം മൈൻഡ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇതിലെന്താണ്, ഇവർക്ക് സയന്റിസ്റ്റ് ആകാം, നാച്ചുറലിസ്റ്റ് പ്രകൃതി സ്നേഹിയായി മാറാം, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്, ഇവർക്ക് നല്ല ചെടികളൊക്കെ വളർത്തി പാർക്കുകളൊക്കെ ഉണ്ടാക്കുന്ന, വീടുകളുടെ ഭംഗിയൊക്കെ മോടിക്കൂട്ടുന്ന, വീട്ടിന്റെ മുറ്റം ഭംഗി കൂട്ടുന്ന ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആയിട്ട് മാറാൻ പറ്റും. ഫാമിംഗ് മേഖലയിൽ തിളങ്ങാൻ പറ്റും. ഫോറസ്റ്റ് ഓഫീസർ ആകാൻ പറ്റും. പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടം. ഫോറസ്റ്റ് ഓഫീസറൊക്കെ ആയിട്ട് പോയി നല്ല തിളങ്ങാൻ പറ്റും. പ്രകൃതി ഭയങ്കര ഇഷ്ടമായിരിക്കും. വൈൽഡ് ഫോട്ടോഗ്രാഫർ ആകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിയെ ഇഷ്ടം, പ്രകൃതിയിൽ പോയിട്ട് മൃഗങ്ങളെ ഫോട്ടോ എടുക്കുക, കിളികളുടെ ഫോട്ടോ എടുക്കുക, ദോസ് കൈൻഡ് ഓഫ് പ്രകൃതിയോട് വല്ലാണ്ട് ഇഷ്ടം. അപ്പം നമ്മൾ ഇതിൽ ചില സ്കില്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ഏറ്റവും ടോപ്പിൽ ഒരെണ്ണം നിൽക്കും, അതിന് തൊട്ടടുത്ത് വേറൊരെണ്ണം നിൽക്കും. അപ്പൊ അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. അടുത്തെന്ന് പറയുന്നത് കുറച്ച് വലിയ ബുദ്ധിജീവി പരിപാടിയാണ്. അപ്പൊ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്വം എന്താണെന്നുള്ളത് തിരിച്ചറിയാം. നമ്മൾ എന്തിനാണ് സെൻസിറ്റിവിറ്റി ആൻഡ് കപ്പാസിറ്റി ടു ടേക്ക് ഡീപ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, സച്ച് എസ് മീനിങ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ എങ്ങനെ മരിക്കും? നമ്മൾ മരിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിനോട് താല്പര്യം, വല്ലാത്ത ആ വിഷയങ്ങളോട് വല്ലാണ്ട് താല്പര്യം. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ എന്ന് വെച്ചാൽ റിഫ്ലക്റ്റീവ് ആൻഡ് ഡീപ് തിങ്കിങ്, ഭയങ്കര ഡീപ് തിങ്കേഴ്സ് ആണ്. ഡിസൈൻ അബ്സ്ട്രാക്ട് തിയറീസ്, അവരെന്ത് ചെയ്യും? ഭയങ്കര അബ്സ്ട്രാക്ട് ആയിട്ടുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് എന്തിനാണ് നമ്മളിവിടെ വന്നേ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, അർത്ഥമില്ലാത്ത ജീവിതം ശരിയാണോ, ജീവിതത്തിന്റെ ഒരു മീനിങ് എന്താ, ഇങ്ങനെ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് ഡീപ്പായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവർക്കാരായിട്ട് പറയാം എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ വലിയ സയന്റിസ്റ്റ് ആയിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സ്പിരിച്വൽ സയന്റിസ്റ്റുകളാണ്, ആത്മീയ ഗുരുക്കന്മാരായിട്ട് മാറാൻ പറ്റും, ഫിലോസഫേഴ്സ് ആയിട്ട് മാറാൻ പറ്റും, തിയോളജിയൻസ് ആയിട്ട് മാറാൻ പറ്റും. മതങ്ങളെ കുറിച്ച് പഠിക്കുക, മതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കുക. സോ ദേ ലവ് ടു ഡു ദിസ്. നമ്മൾ എപ്പോഴും നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിലേത് 9 ബുദ്ധികൾ ഇവിടെ പറഞ്ഞു, നിങ്ങളുടേത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടേത് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? 9 ബുദ്ധികൾ പറഞ്ഞു ഇവിടെ. നിങ്ങളുടേത് ഏതാ? പറ്റി? ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. മ്യൂസിക്കൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വെരി ഗുഡ് അസ്മ. യെസ്, സെൽമ കേസ്. ഓക്കെ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പറഞ്ഞോളൂ. ഇതില് ഒന്നിൽ കൂടുതൽ വരാലോ ഒരാൾക്ക്? ഓ, അതാ ഞാൻ പറയുന്നത്, ഒരെണ്ണം ടോപ്പിൽ നിൽക്കും, ഏറ്റവും ടോപ്പിൽ നിൽക്കും, അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരെണ്ണം നിൽക്കും, വേറെ 1-2 നിൽക്കും. മനസ്സിലായോ? എന്നിട്ട് അതിനെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു ജോലി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നിങ്ങളിപ്പോ നിൽക്കുന്ന ജോലി അതാണോ? അതെ അതെ. ഓക്കെ, ശരി, വെരി ഗുഡ്. വെർബൽ ലിംഗ്വിസ്റ്റിക് മാത്തമാറ്റിക്കൽ സോഷ്യൽ വർക്കർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ഒരാളാണ്, സോഷ്യൽ വർക്കർ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കർ ആകാൻ പറ്റും. ഇന്റർപേഴ്സണൽ 4 ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ഒരാൾ, എല്ലാവരും വേണം, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ടീം പ്ലെയർ ആണ് ആളൊരു ടീം പ്ലെയർ ആണ്. ആൾക്കൊരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകും, ആൾക്ക് ബന്ധങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, ആൾക്ക് എന്തൊരും കുറച്ച് കൂട്ടുകാർ വേണം എന്നുള്ള, ഒറ്റയ്ക്ക് ആയിരിക്കില്ല പൊതുവെ ആള് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ആൾക്ക്. ഓക്കെ, അങ്ങനെയുള്ളവരും ഇന്റർപേഴ്സണൽ സ്കില്ലിൽ വരും. ഓക്കെ, സോഷ്യൽ വർക്കർ. ഓക്കെ, വെരി ഗുഡ്. ഇന്റർപേഴ്സണൽ വെർബൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് മാത്തമാറ്റിക്കൽ നസ്രീൻ ഷഹീല, വെരി ഗുഡ്. സോ ഞാൻ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്? സോഷ്യൽ വർക്കർ മേഖലയിൽ. സോഷ്യൽ വർക്കർ മേഖല. നിങ്ങളുടെ ബുദ്ധി ഏതാ? സംസാരിക്കാൻ. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കില്ലാണ് അല്ലെ? ബന്ധം സ്ഥാപിക്കാനുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ മൾട്ടിലിംഗ്വൽ. ജിഷ പറയുന്നു മൾട്ടിലിംഗ്വൽ. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണല്ലേ, ലിംഗ്വിസ്റ്റിക് തിങ്കിങ്. ഓക്കെ, സോ നിങ്ങളുടേത് ഏതാണെന്നുള്ളത് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടെത്തിയവരുണ്ടോ? ആദ്യമായിട്ട് ഇതാദ്യമായിട്ട് ഇതാണല്ലോ ഞാൻ എന്ന് കണ്ട് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തേ ഉണ്ടോ?
ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ മീറ്റ് സാർ, ഓക്കെ സാർ. അത് കണ്ടെത്തിയല്ലോ. വളരെ വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യമായിട്ട് കണ്ടെത്തന്നെയാണ്. അറിയില്ല അതൊന്നും. ഇതൊന്നും അറിയില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത് അല്ലെ? എത്രത്തോളം വലിയ അറിവുകളാണ് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ജീവിതം ഭയങ്കര രസകരമായിട്ട് മാറുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മളെ കണ്ടെത്തിയിട്ടില്ല, നമ്മളിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടില്ല. ആ യാത്ര നമ്മൾ നടത്തണം. ആ നടത്തുന്നിടത്താണ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയൊന്ന് ആഴത്തിലിരുന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു പണി തന്നിട്ടുണ്ട്. ഓക്കെ, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്താണെന്ന് അറിയോ? ഒരുപാട് എളുപ്പ വഴികൾ പറയുന്നുണ്ട്. ഇതിൽ ഒരു എളുപ്പ വഴിയാണെന്ന് പറയുന്നത് എന്ത്? ഡു വാട്ട് യു ലവ്. ഇഷ്ടമുള്ളത് ചെയ്യുക. ഇഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ഹാപ്പിയാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. ബി ഹാപ്പി. ഹാപ്പി ആകാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാന്നുള്ളത്. നിങ്ങൾ നിങ്ങളെ ബി ഇൻസ്പയർഡ് എന്ന് പറയാറുണ്ട്. ഷാഫി ഇൻസ്പയർസ് എന്ന് പറയാൻ കാരണം, ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന വേർഡ് വരുന്നത് ഇൻ സ്പിരിറ്റ് എന്നുള്ളതാണ്. ആത്മാവിലായിരിക്കുക എന്നുള്ളതാണ്. ഇൻ സ്പിരിറ്റ്, അതിൽ നിന്നാണ്, രണ്ട് വേർഡിൽ നിന്നാണ് ഇൻസ്പിറേഷൻ എന്ന് വാക്ക് വരുന്നത്. ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ആയിരിക്കുക. ആത്മാവ് എന്ന് പറയുന്നതാണ് നമ്മൾ. അതായത് നമ്മളിൽ ആയിരിക്കുക. യഥാർത്ഥം നമ്മളായിരിക്കുക. യഥാർത്ഥം നമ്മളായിരിക്കുന്നത് നമുക്ക് എന്താണോ നമ്മൾക്ക് ഏറ്റവും നമ്മളായിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാനായിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ, എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനായിരിക്കുന്നു. ഞാനായിരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും സുഖവും സന്തോഷവും ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും എനിക്ക് ലഭിക്കുന്നു. അത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ഇൻ സ്പിരിറ്റ് ആണ്. ബി ഇൻസ്പയർഡ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ആത്മീയതയിലായിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു കർമ്മം ഏറ്റവും സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അതിനിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം മറന്ന്, പണം മറന്ന്, എല്ലാം മറന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആത്മീയതയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലഹരി. ഗുഡ്. ആ തീർച്ചയായും. ലഹരി നിങ്ങൾ എന്ത് ചെയ്യുക? അതങ്ങ് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അപ്പൊ അവിടെയാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് പള്ളിയിൽ പോയിരിക്കലോ അമ്പലത്തിൽ പോയിരിക്കലോ അതെ. പ്രാർത്ഥിക്കലോ ഒന്നുമല്ല. അത് ആത്മീയതയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നല്ല സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആത്മീയ പ്രവൃത്തിയായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു മനസ്സുണ്ടാക്കി തരാനുള്ള ഒരു ടൂൾ മേഖല. ആണ് ഈ പറഞ്ഞിരിക്കുന്ന നിസ്കാരവും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം. അതൊക്കെ അതിലേക്കുള്ള അതെ. വഴിയാണ്. ആ വഴിയിലൂടെ വന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് കർമ്മപഥത്തിൽ മികച്ച വ്യക്തിയായിട്ട് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളായി മാറുന്നു. നിങ്ങളായി മാറുമ്പോൾ നിങ്ങൾ ബി ഇൻ യുവർ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിലായി മാറുന്നു. നിങ്ങളുടെ ആത്മാവിലായി മാറുമ്പോഴാണ് നിങ്ങൾ ആത്മീയതയിലായി മാറുന്നത്. ആത്മീയതയിലായി മാറുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുന്നത്. കാരണം ഈ സ്കില്ല് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടേതല്ല, അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നല്ല, അനന്തമായ സാധ്യതയുള്ള ആ വലിയ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നത്. നിങ്ങളൊരു ചാനൽ മാത്രമാണ്, നിങ്ങളൊരു മാധ്യമം മാത്രമാണ്. ഇപ്പോഴാണ് എനിക്ക് ഫലം ലഭിച്ചത്. നിങ്ങളൊരു മാധ്യമം മാത്രം, മീഡിയം മാത്രമാണ്. നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സംഗീതജ്ഞൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു മ്യൂസിക് ഉപകരണമാണ്, സംഗീതം എന്നിലൂടെ ഒഴുകുന്നതാണ് എന്നതുപോലെ നിങ്ങളിലൂടെ ഒരു സംഗീതം ഒഴുകുന്നുണ്ട്, ഒരു മെസ്സേജ് ഒഴുകുന്നുണ്ട്. എന്തിനോ വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു അർത്ഥമുണ്ട്. അതെന്താണ്? ആ റോൾ എന്താണ്? അത് നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് ദൈവം നിശ്ചയിച്ച ആ റോളിൽ നിങ്ങളായിരിക്കുക. അതിലൂടെ നിങ്ങളിലൂടെ സംഗീതം ഒഴുകട്ടെ. ആ സംഗീതം ഒഴുകുമ്പോൾ ആ മെസ്സേജ് ഒഴുകട്ടെ. ആ ഒരു ക്രിയേഷൻ സംഭവിക്കട്ടെ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിലായിരിക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അത് മറ്റുള്ളവർക്ക് കുറച്ച് സന്തോഷമായിരിക്കാം, മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കാം, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്ന ഒരു സംഗീതമായിരിക്കാം, അവരെ ത്രില്ലടിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഹാപ്പി ആക്കുന്ന ഒരു ഡാൻസ് ആയിരിക്കും, അവരെ ഹാപ്പി ആക്കുന്ന ഒരു പെയിന്റിംഗ് ആയിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, യു ബ്യൂട്ടിഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ലോകം ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യണത്. ക്രിയേറ്ററായിട്ട് നിങ്ങൾ ക്രിയേറ്ററിൽ നിന്നുള്ളൊരു ഭാഗമാണ്, ആ ക്രിയേറ്ററുടെ ഒരു കണക്ഷന്റെ ഭാഗമാണ്. ആ കണക്ഷനിൽ നിങ്ങളിലും ഉണ്ട്. കാരണം ഈ ലോകത്ത് മറ്റു പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധി നിങ്ങളിലാണ് തന്നിരിക്കുന്നത്. ബുദ്ധിയെ പറയുന്ന പേരാണ്, ബുദ്ധി എന്ന് പറയുന്ന ഇന്റലിജൻസ്. ആ ഇന്റലിജൻസിന്റെ പേരാണ് എന്ത് വെച്ചാൽ അതിന്റെ രൂപമാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി എന്ന് പറയുന്ന വേർഡിലെ ടിയും ക്രിയേറ്റ് എന്ന വേർഡിന്റെ ടിയും രണ്ടും കൂടെ ഒരുമിച്ചതാണ് എബിലിറ്റി ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള കഴിവ്. അതായത് സൃഷ്ടാവിന് മാത്രമുള്ള കഴിവ് നിങ്ങൾ നിക്ഷിപ്തമാക്കി തന്നിട്ടുണ്ട് ഈ കഴിവ് ഉപയോഗിക്കാൻ. ആ കഴിവ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് എബിലിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് നിരന്തരം ഉപയോഗിക്കാൻ കഴിയുക നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റലിജൻസ് പുറത്തെടുക്കുമ്പോഴാണ്. അത് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്ത് എന്ത് ചെയ്യണം, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഈ ലോകത്ത് കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ആത്മീയതയിലാവുന്നത്, ആത്മാവിലാകുന്നത്, ആ വലിയ ആത്മാവിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, ആ വലിയ പവറുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ മീനിങ് ഓഫ് ലൈഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ഹിയർ ത്രൂ ബീയിങ് യു, ത്രൂ ലിവിങ് ആസ് ഹു യു ആർ. നിങ്ങൾ ആരാണോ ആ ആളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ്. ദാറ്റ്സ് ഓൾ. എനിവേ, ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ഷെയർ ചെയ്യാം. ബ്യൂട്ടിഫുൾ ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇങ്ങനെ ഒരു അറിവ് തന്നതിന് പടച്ച റബ്ബിനോട് എപ്പോ നന്ദി പറയണം. കൊടാനുകൊടി താങ്ക് യു സോ മച്ച്. എടാ, ഇതിലേക്ക് എത്തിപ്പെട്ടതിന് അറിഞ്ഞ് ചെയ്യാൻ പറ്റിയതിന് പടച്ച റബ്ബിനോട് നന്ദി പറയണം. സാഫിക്കും സാഫിന്റെ എല്ലാവർക്കും പറയാൻ താങ്ക് യു കഴിയൂല, മാം. അറിയില്ല, പറഞ്ഞു വരുന്നേ ഉള്ളൂ. താങ്ക് യു മാം. ഇത്രയും താങ്ക് യു മാം. ഭംഗിയായി ക്ലാസ് എടുത്തരാൻ കഴിഞ്ഞില്ലേ? താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത്രയും ഭംഗിയുള്ള ക്ലാസ് ആണ് ഇത്. ഈ പറഞ്ഞിരിക്കുന്ന ഇന്റലിജൻസ് എൻ്റെ ഇതായതുകൊണ്ടാണ്. അതിങ്ങനെ ഒഴുകി വരികയാണ്. അത് ഇനിയും അങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, അത് ഞാനല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിവേ, നാളെ കാണാം. See you tomorrow. Okay? Thank you.